എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. മത്തങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇനി മത്തങ്ങ വാങ്ങുമ്പോൾ എന്തായാലും ഇതുപോലൊരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനൊരു കറി തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിച്ചു പോകും. അത്ര സ്വാദോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. തികച്ചും വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാനൊരു മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണമാണ് ഇന്നത്തെ കറിയിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ മത്തങ്ങ കൊണ്ട് ഇതിനു മുൻപും നമ്മൾ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം മത്തങ്ങ ഒരുപാട് മൂക്കാത്ത മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ തൊണ്ട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തൊണ്ടോടുകൂടി തന്നെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതായിട്ട് അരിയേണ്ട, ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് എളുപ്പം തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 7-8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പം പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് 2-3 മിനിറ്റ് ഈ മത്തങ്ങ ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്ക്. ഇനി മത്തങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. മത്തങ്ങയുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ചിപ്പോൾ ചേർത്താൽ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കുക. മത്തങ്ങ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് 1-2 സാധനങ്ങൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം ഒരു ചെറിയ സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി അത്യാവശ്യം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് വഴണ്ടി കിട്ടാനായിട്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ നിന്ന് ഇതൊന്ന് മാറ്റിയിട്ട് നല്ല പോലെ ആറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് വഴറ്റിയെടുത്തതും ഒരു കൈപ്പിടിയോളം നാളികേരവും അതുപോലെ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പുളി നോക്കിയിട്ട് തൈര് എടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കുക. വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരുന്ന മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തങ്ങ ഞാനിന്ന് കറിയിൽ ഒരുപാട് ഉടച്ചെടുക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് കഷ്ണങ്ങൾ നല്ലപോലെ ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ തവി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ രീതിയിലാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ കറി. ഇനി അതിനകത്തേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഈ കറിയിലേക്ക് ഇതുപോലെ അരച്ച് ചേർക്കുമ്പം കറിക്കൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. സാധാരണ നമ്മൾ മത്തങ്ങക്കറി വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഇതിന് കിട്ടുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണേ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് എത്രയാണോ നിങ്ങൾക്ക് കറിയിലേക്ക് വെള്ളം വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഞാനൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കറി ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ കറി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടി കിട്ടും. പിന്നെ മത്തങ്ങ വെച്ചിട്ടും മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ വെച്ചിട്ടും ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്കൊന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിന്ന് മൺചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കുറച്ച് കടുകും അതുപോലെ കുറച്ച് ഉലുവയും പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം എന്തായാലും ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ 2-3 വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക.
ഇതാ വളരെ എളുപ്പത്തിൽ വളരെ സ്വാദോടുകൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മത്തങ്ങ ഒഴിച്ചുകൂട്ടാനാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.